കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ ഈ പന്നിയങ്കരയിലെ കല്യാണ വീട്ടിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇൻസാഫിനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്കുംകടവ് സ്വദേശിയായ മുബീനാണ് ആക്രമിച്ചത്. ഈ ആക്രമണത്തിനുള്ള കാരണം മദ്യത്തെ തുടർന്നുണ്ടായ തർക്കമാണ്. രമ്യാദാസ് ഉണ്ട്. രമ്യ, ഇപ്പോൾ ഒരു വാർത്ത പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. കാരണം വസ്തുതർക്കത്തെ തുടർന്ന് അച്ഛൻ മകനെ കൊന്നുകളഞ്ഞ വാർത്ത, ഇതിപ്പോൾ വരുന്നത് മദ്യത്തെ തുടർന്നുണ്ടായ തർക്കം, പിന്നീട് കൂട്ടയടി, ഒരാൾ ആശുപത്രിയിലാണ്. എന്താണ് സംഭവിച്ചത്? ആശുപത്രിയിലുള്ള ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? സേതു നേരത്തെ വാർത്തകളെല്ലാം പറഞ്ഞ പോലെ തന്നെ മദ്യം അതുപോലെ മയക്കുമരുന്ന് എല്ലാം തന്നെ ഇത്തരത്തിൽ അക്രമത്തിലേക്ക് വഴിവെക്കുന്ന ഒരു വാർത്തകളാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു വാർത്ത തന്നെയാണ് ഈ കോഴിക്കോട് പന്നിയങ്കരയിലും കാണുന്നത്. ഒരു കല്യാണ വീട്ടിലാണ് മദ്യത്തെ തുടർന്നുണ്ടായ സംഘർഷം തന്നെയാണ് ഇത്തരത്തിൽ ഒരു യുവാവിന് പരിക്കേൽക്കാൻ കാരണം. ഈ ഇൻസാഫ് എന്ന യുവാവിനാണ് പരിക്കേറ്റതായിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്കും കാലിനുമൊക്കെയാണ് ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുള്ളത്. ചക്കുംകടവ് സ്വദേശിയായ മുബീനാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിന് പിന്നിലും മദ്യം തന്നെയാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മദ്യവും എല്ലാം മയക്കുമരുന്നും എല്ലാം തന്നെ ഇത്തരത്തിൽ സഹപാഠികളെയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ എല്ലാം ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഇതും. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ പരിക്കേറ്റ യുവാവിൻ്റെ ആരോഗ്യനിലയിൽ വലിയ നേരിയ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം സുഖപ്പെട്ടു വരികയാണ്. സേതു. ഓക്കെ രമ്യ.